സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. കലാശക്കൊട്ടിന് കൊഴുപ്പേകാൻ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലേക്ക് ഒഴുകുകയാണ്. വയനാട്ടിലെ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. 4 പൊതുയോഗങ്ങളിൽ പ്രിയങ്ക സംസാരിക്കും. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉച്ചയ്ക്ക് പത്തനംതിട്ടയിലെത്തും. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഇടത് നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവമാണ്. വിവരങ്ങളുമായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, വയനാട് മാനന്തവാടിയിൽ നിന്നും മനു ഭരത്, ആലപ്പുഴയിൽ നിന്നും ബി വിനോദ്, തിരുവനന്തപുരത്ത് നിന്നും ടി സജിത്ത്, കൊച്ചിയിൽ നിന്നും എസ് അനീഷ് കുമാർ, പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി എന്നിവർ ചേരുന്നു. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, 10:30 പ്രിയങ്ക ഗാന്ധി എത്തുമെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ വിമാനത്താവളത്തിലാണ് അശ്വിൻ ഉള്ളത്. എന്താണ് അവിടുത്തെ സാഹചര്യം? കൃത്യസമയത്ത് തന്നെ പ്രിയങ്ക എത്തുമോ? രേണുക, സമയം നീണ്ടുപോകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ എല്ലാം തന്നെ മാറിയിരിക്കുന്നു. ആദ്യം 10:30 പ്രിയങ്ക എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത് ഇപ്പോൾ 11:15 മാത്രമേ പ്രിയങ്കയുടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റ് ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുകയുള്ളൂ. പിന്നീട് 11:45 ഇവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പ്രിയങ്ക പോവുക. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് 1.5 മണിക്കൂറോളം വ്യത്യാസം വരും. ഇന്ന് മാത്രം പ്രിയങ്കയ്ക്ക് 5 പരിപാടികൾ വയനാട്ടിലും മലപ്പുറത്തുമായി, വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലും 2 പരിപാടികൾ, വയനാട്ടിൽ 3 പരിപാടികൾ, ഇങ്ങനെ 5 പരിപാടികൾ പ്രിയങ്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സമയം ഇനി വൈകുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് എത്രത്തോളം സമയക്രമീകരണം പാലിക്കാനാവും എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഏതായാലും പ്രിയങ്കയെ സ്വീകരിക്കാനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയിരിക്കുന്നു. KC വേണുഗോപാലും അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇങ്ങോട്ടേക്കെത്തും. ഇവർ ഒരുമിച്ചാവും പ്രിയങ്കയോടൊപ്പം വയനാട്ടിലേക്ക് തിരിക്കുക. അവിടെ മാനന്തവാടിയിലാണ് ആദ്യത്തെ പരിപാടി. ഏതായാലും പ്രിയങ്കയെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിയെ കാണാനാവാതെ വാശി പിടിച്ച ഒരു 7 വയസ്സുകാരൻ, ആ കുട്ടിയെ കാണുമെന്ന്, പ്രിയങ്ക കാണുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. VIP ലോഞ്ചിലായിരുന്നു കൂടിക്കാഴ്ച ആദ്യം ഫിക്സ് ചെയ്തിരുന്നെങ്കിലും അത് പിന്നീട് മാറി. ഏതാണ്ട് ഇപ്പോൾ ഹെലികോപ്റ്റർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക പുറത്തേക്ക് ഈ VIP ലോഞ്ചിൻ്റെ പരിസരത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ വരാൻ സാധ്യതയില്ല. അവിടെ വെച്ച് തന്നെയായിരിക്കും വയനാട്ടിലേക്ക് ഹെലികോപ്റ്റർ മാർഗം തിരിക്കുക. ഏതായാലും സമയത്തിൽ വലിയ മാറ്റം. ഇപ്പോൾ വിമാനത്താവളത്തിലെ സാഹചര്യം എന്താണ്? രാഹുലിന്റെ വരവ് കാത്ത് വിമാനത്താവളത്തിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടിയിരുന്നു, പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. VIP ലോഞ്ച് വഴി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരെ രാഹുലിനുണ്ടായിരുന്നു. അത്രമാത്രം തിരക്കായിരുന്നു വിമാനത്താവളത്തിന് ചുറ്റും അനുഭവപ്പെട്ടത് അന്ന്. ഇന്നത്തെ സാഹചര്യം എന്താണ്? പ്രിയങ്കയെ കാത്ത് പ്രവർത്തകരുടെ തിരക്കുണ്ടോ അവിടെ? അത്രത്തോളം തിരക്ക് ഇവിടെ ഇല്ല. കാരണം പ്രിയങ്ക പുറത്തേക്ക് വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അത്തരത്തിലൊരു സ്വീകരണ പരിപാടിയോ മറ്റോ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നേരത്തെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകരെത്തിയിട്ടില്ല. പക്ഷേ എന്നാലും പ്രാദേശിക നേതാക്കളും DCC ഭാരവാഹികളും എല്ലാം ഇവിടെയുണ്ട്. അല്ലാതെ വലിയൊരു ആൾക്കൂട്ടം കണ്ണൂർ വിമാനത്താവളത്തിന് മുന്നിലില്ല. ഏതായാലും പ്രിയങ്കയുടെ പരിപാടി മാനന്തവാടിയിലും അതേപോലെ തന്നെ പുൽപ്പള്ളിയിലും നടക്കുന്ന പരിപാടി വിജയമാക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം. ഈ 2 പരിപാടികളും, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രിയങ്ക പങ്കെടുക്കുന്ന പരിപാടികൾ വലിയൊരു ഉണർവ് മണ്ഡലത്തിലും സമീപ ജില്ലകളിലും ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. അശ്വിൻ വല്ലത്താണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രിയങ്ക എത്തുന്നത് വൈകും. 11:15 മാത്രമേ പ്രിയങ്ക വിമാനത്താവളത്തിലെത്തൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വയനാട് മാനന്തവാടിയിലാണ് പ്രിയങ്ക പങ്കെടുക്കുന്ന ആദ്യ പരിപാടി നടക്കുന്നത്. അവിടെ നിന്നും മനു ഭരത് ചേരുന്നു. മനു, പ്രിയങ്കയെ കാത്ത് നേരത്തെ മുതൽ തന്നെ ആളുകൾ അവിടെ വന്നിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി കാത്തിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പ്രിയങ്കയുടെ വരവ് വൈകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂർ വൈകി മാത്രമേ പ്രിയങ്ക എത്തൂ എന്ന് പറയുന്നു. അപ്പോൾ പരിപാടി തുടങ്ങാനും വൈകും. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? രേണുക, 12 മണിയോടുകൂടി പ്രിയങ്ക ഇവിടെ എത്തും. പക്ഷെ ആളുകൾ ഇവിടെ നേരത്തെ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നു. ഒരു കൊട്ടിക്കലാശത്തിന്റെ ആരവം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണോ പ്രതീക്ഷ? അതെ, ഉറപ്പായി ജയിക്കും. അമ്മച്ചിയുടെ പേരെന്താ? എവിടുന്നാ വരുന്നേ? കല്ലോടി, എടവക പഞ്ചായത്ത്. രാഹുൽ ഗാന്ധി ജയിക്കുമോ? ഓ, തീർച്ചയായിട്ടും. നല്ല പ്രവർത്തനം. എത്ര 5 ലക്ഷത്തിന് മേലെ പോകും. 5 ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷം കിട്ടും. 5 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം കിട്ടി ജയിക്കും. രേണുക, അതാണ് ഇവിടെ നിന്ന് ആളുകൾ നൽകുന്ന ഒരു പ്രതികരണം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? പ്രവർത്തകനാണ്. ആളുകളെ നിയന്ത്രിക്കാൻ നിൽക്കുക. എന്ത് തരംഗമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാക്കുന്നത്?
രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തരത്തിൽ വലിയ ശക്തമായ തരംഗമാണ് ഉണ്ടാക്കുന്നത്? 5 ലക്ഷം പീപ്പിൾ, 5 ലക്ഷം വോട്ട്. 5 ലക്ഷം വോട്ടുക്ക് ജയിക്കും. തമിഴ് നടത്തുന്നതാണ് നിങ്ങൾ? ஆமா, തമിഴിലെ ചൊല്ലുങ്ക. தமிழ் 5 ലക്ഷം വോട്ടിൽ ജയിപ്പാங்க. 5 ലക്ഷം വോട്ടുക്ക് ജയിപ്പാங்க. അതുപോലെ തന്നെ രേണുക, ഇത് ഈ പണയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ ഒരു പ്രത്യേക കലാരൂപവുമായാണ് വന്നിരിക്കുന്നത്. കരുണൻ എന്ന നേതാവിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? വട്ടക്കളിയാണ്. ഇവരാണോ അതിൽ കലാകാരന്മാർ? അതെ അതെ അതെ. ആഹാ, പ്രിയങ്ക ഗാന്ധി കാണിക്കാനാണ്. അതെ അതെ. ഇതാ ആരാണ് ഇതിന്റെ നേതാവ്? ഞാനാണ്. ഇവരിലോ? ഇവരൊക്കെയാണ്. ഇവരുടെ എന്താ പേരെന്താ? പാറ്റ. നിങ്ങളുടെ ബിന്ദു. എന്താ നിങ്ങൾ കളി? പ്രിയങ്ക ഗാന്ധി കാണിക്കാനാണോ ഈ കളി? ഇത് പ്രിയങ്ക ഗാന്ധി ജയിക്കോ ഇവിടെ? അല്ല, രാഹുൽ ഗാന്ധി ജയിക്കോ? ജയിക്കും. ആഹാ, ഇത് പ്രിയങ്ക ഗാന്ധി കാണാനാണോ ഈ കളി? ശരി മനു, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. കലാശക്കൊട്ടിന് കൊഴുപ്പേകാൻ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഇന്ന് ആലപ്പുഴയിൽ അമിത്ഷാ എത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത്, ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പത്തനംതിട്ടയിലെ റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും അമിത്ഷാ ആലപ്പുഴയിലെത്തുക. പ്രചാരണം ഏത് നിലയിലാണ്? അമിത്ഷായുടെ വരവ് BJP കേന്ദ്രങ്ങളെ, NDA കേന്ദ്രങ്ങളെ ആവേശത്തിലാക്കുന്നുണ്ടോ? രേണുക, സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ BJP NDA ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. അവിടെയാണ് അമിത്ഷായുടെ ആദ്യത്തെ പരിപാടി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അവിടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ശബരിമല വിഷയം തന്നെയാണ് പത്തനംതിട്ടയെ കേന്ദ്രീകരിച്ച് BJP ഉയർത്തുന്ന ഏറ്റവും പ്രചരണ ആയുധം. ഏറ്റവും വലിയ പ്രചരണം അവർ നടത്തുന്നതും ശബരിമല കേന്ദ്രീകരിച്ച് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ പൂർണ്ണ തോതിൽ തന്നെ ശബരിമലയുടെ പേരെടുത്ത് പറഞ്ഞ് പ്രചരണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് അവസാന മണിക്കൂറുകളിൽ BJP ദേശീയ അധ്യക്ഷൻ തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കും. വലിയ പ്രതീക്ഷയാണ് പത്തനംതിട്ടയിൽ BJP വെച്ച് പുലർത്തുന്നത്. തിരുവനന്തപുരത്തിനൊപ്പം തന്നെ BJP വിജയിക്കാമെന്ന് കണക്ക് കൂട്ടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. 5 ഇടങ്ങളിൽ വിജയിക്കുമെന്നാണ് അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. ഇവിടെ KS രാധാകൃഷ്ണനാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഇവിടെയും വലിയ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയോടും ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. 2 മണ്ഡലങ്ങളുടെ പ്രചരണമാണ് ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്നത്. ആലപ്പുഴയിലും പൊതുയോഗത്തിലാണ് അമിത്ഷാ പങ്കെടുക്കുന്നത്. പുന്നപ്പുറയിലെ പൊതുയോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കും. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. ഏതായാലും അവസാന മണിക്കൂറുകളിൽ പ്രചരണത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് BJP നേതാക്കളുടെ ശ്രമം. പ്രവർത്തകരെ പരമാവധി ആവേശത്തിൽ നിർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷാ പത്തനംതിട്ടയിലേക്ക് വരുന്നു. BJPയുടെ ഏറ്റവും വലിയ പ്രചരണായുധം ശബരിമലയാണ്. ഈ കാര്യമാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമാകുന്നതും. രേണുക, തീർച്ചയായും ആ രീതിയിൽ വലിയ ആവേശം ആലപ്പുഴ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ. അമിത്ഷായുടെ വരവ് 2 മണിക്കാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുക. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് പത്തനംതിട്ടയിൽ പോകുക. അവിടെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. എന്തായാലും പരസ്യപ്രചരണത്തിന് 1 ദിവസം മാത്രമാണ്. 1 നിമിഷം പോലും പാഴാക്കാതെ പ്രചാരണ ചൂടിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം. തെക്കൻ കേരളത്തിലെ മുഴുവൻ ചിത്രവുമായി ഇപ്പോൾ TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. സജിത്ത്, വലിയ ആവേശത്തിൽ പ്രചാരണം പുരോഗമിക്കുകയാണ്. പരസ്യപ്രചാരണത്തിന് ഇനി 1 ദിവസം മാത്രം ബാക്കി. ഏത് നിലയ്ക്കാണ് പ്രചാരണം തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? രേണുക, 43 ദിവസത്തെ പരസ്യ പ്രചരണത്തിനാണ് നാളെ കൊട്ടിക്കലാശമാകുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് പരസ്യ പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിരിക്കുന്നത്. പിന്നീട് 1 ദിവസം നിശബ്ദ പ്രചരണം. അതിനുശേഷം സംസ്ഥാനത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ഏറ്റവും നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും നിലനിർത്തി തന്നെയാണ് അവസാന ഘട്ടവും സ്ഥാനാർത്ഥികളും മുന്നണികളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇടതുമുന്നണി പ്രചരണം ആരംഭിച്ചതാണ്. ആദ്യഘട്ടത്തിൽ അവർക്ക് വ്യക്തമായ മേൽക്കൈ അങ്ങനെ ഉണ്ടായിരുന്നു താനും. എന്നാൽ പിന്നീട് BJPയും കോൺഗ്രസും UDF ക്യാമ്പും സജീവമായതോടുകൂടി കടുത്ത വെല്ലുവിളിയാണ് ഉയരുന്നത്. 3 മുന്നണികൾക്കും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് ഇത്തവണ സംസ്ഥാനത്തുള്ളത്. അതായത് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് നിലവിലെ സാഹചര്യം. അവസാനവട്ട അടിയൊഴുക്കുകളും നിർണായകമാണ്. അതുകൊണ്ട് പ്രചരണത്തിൻ്റെ ഓരോ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിൽ തന്നെയാണ്
സ്ഥാനാർത്ഥികൾ പലവട്ടം മണ്ഡല പര്യടനങ്ങൾ പൂർത്തിയാക്കി, റോഡ് ഷോകൾ പൂർത്തിയാക്കി. എന്നാൽ പോലും ഇന്നും നാളെയുമായുള്ള പരസ്യപ്രചരണത്തെ ദിനങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ നേതാക്കൾ രംഗത്തുണ്ട്. അമിത്ഷായുണ്ട്, സ്മൃതി ഇറാനി നാളെ വയനാട്ടിലെത്തുന്നു, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ട്. ഈ തരത്തിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഇടതുമുന്നണിയുടെയും ദേശീയ നേതാക്കൾ കേരളത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കളം നിറഞ്ഞതുകൊണ്ട് തന്നെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ കമ്മീഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസ് അധികാരികളും ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി, സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്തെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം. അല്പസമയത്തിന് ശേഷം ഒരുപക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ഈ തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയായിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികളും അവസാന നിമിഷത്തെ ആകാംക്ഷ അതിൻ്റെ എല്ലാ പാരമ്യത്തിലും എത്തിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളിലുമാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും എന്നതിനാൽ ഒരുപക്ഷെ പ്രവചനങ്ങളെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജനവിധിയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. തീർച്ചയായും TG സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധ്യ കേരളത്തിന്റെ ചിത്രമാണ് അനീഷ് കുമാർ പങ്കുവയ്ക്കുക. അനീഷ്, എങ്ങനെയാണ് മധ്യ കേരളത്തിൽ പ്രചാരണം ചൂടുപിടിക്കുന്നത്? കനത്ത ചൂടിലാണ് ഈ കഴിഞ്ഞ 40 ദിവസങ്ങളായി പ്രചാരണം നടന്നു വരുന്നത്. ഇപ്പോൾ ചൂടിന് കുറച്ച് കുറവുണ്ട്, പക്ഷേ അതിനെയും മറികടക്കുന്ന രീതിയിൽ പ്രചാരണ ചൂടേറുന്നുണ്ടോ അവിടെ? തീർച്ചയായും രേണുക, കടുത്ത മത്സരം തന്നെയാണ് മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടക്കുക. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി, ചാലക്കുടി, എറണാകുളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇടുക്കിയിൽ പ്രത്യേകിച്ചും UDF കോട്ടയായിരുന്ന ഇടുക്കി കഴിഞ്ഞ വട്ടം ജോയ്സ് ജോർജ് പിടിച്ചെടുത്തിരുന്നു. കസ്തൂരിരംഗൻ വിഷയങ്ങൾ അടക്കമുള്ള വലിയ വിഷയങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിച്ചു നിന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് UDFന് ഇടുക്കി വിട്ടു നൽകേണ്ടി വന്നത്. എന്നാൽ LDFന്റെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ട് നേടിത്തരും എന്ന പ്രതീക്ഷയാണ് ജോയ്സ് ജോർജിനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വികസന വിഷയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇരു മുന്നണികളും തമ്മിൽ നടക്കുന്നു. ഒപ്പം ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് തെരഞ്ഞെടുപ്പിലുള്ള സ്വാധീനം, ഹൈറേഞ്ച് സംരക്ഷണ സമിതി കഴിഞ്ഞ തവണത്തെ പോലെ തെരഞ്ഞെടുപ്പിൽ സജീവമല്ല എന്നുള്ള പരാതി, ഒപ്പം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപേരയുടെ അടക്കമുള്ള പേരിലുള്ള വ്യാജമായ ചില പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറങ്ങിയത്, ഇതിൻ്റെ പിന്നിലുള്ള നിയമ നടപടികൾ തുടങ്ങി വളരെ സമഗ്രമായ വിഷയങ്ങൾ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നും വിഭിന്നമായി ശബരിമലയിൽ അടക്കമുള്ള വിഷയങ്ങൾ കാര്യമായി ഇടുക്കിയിൽ പ്രചാരണത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ വികസന കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കം, സഭാ നിലപാടുകളെ ചൊല്ലിയുള്ള തർക്കം, പ്രളയവും പ്രളയാനന്തര പുനരധിവാസവുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങിയവയാണ് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സജീവമാക്കിയത്. എന്നാൽ ചാലക്കുടിയിൽ ശരിക്കും ഒരു താരപോരാട്ടമാണ്. അതായത് UDFന്റെ കൺവീനറായ ബെന്നി ബെഹനാനും ഇന്നസെൻ്റ് സിനിമാ നടനും സിറ്റിംഗ് MPയുമായ ഇന്നസെൻറ്റും AN രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും തമ്മിലുള്ള മത്സരം വലിയ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. മത്സരത്തിൻ്റെ പാതി വഴിയിൽ അസുഖബാധിതനായി ബെന്നി ബെഹനാൻ ആശുപത്രിയിലേക്ക് നീങ്ങിയതും 1 ഡസനോളം MLAമാർ ബെന്നിക്കായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയതുമൊക്കെ വളരെ ആവേശത്തോടുകൂടി ഈ ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇന്ന് രണ്ട് മുന്നണികളും റോഡ് ഷോയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്നസെന്റിനായി ഒരുപറ്റം താരങ്ങളടക്കമുള്ളവർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്തും ഇന്ന് താരപ്രചാരണം തന്നെയാവും ഉച്ചതിരിഞ്ഞ് നടക്കുക. P രാജീവനായി സിനിമാ താരങ്ങളും ചലച്ചിത്ര സംവിധായകരടക്കമുള്ള ആളുകളും കളത്തിലിറങ്ങും. ഇപ്പോൾ രാവിലെ വിവിധയിടങ്ങളിലായി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ അവസാനവട്ട പര്യടനത്തിൻ്റെ അല്ലെങ്കിൽ വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം മുതൽ തികച്ചും കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് മധ്യ കേരളം നീങ്ങും. കോട്ടയത്ത് കാര്യമായ കൊട്ടിക്കലാശ പരിപാടികൾ UDFന് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവായ KM മാണി മരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും LDF ക്യാമ്പിൽ കൊട്ടിക്കലാശത്തിന് ഒരു ആവേശവും കുറയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ PC തോമസ് അടക്കമുള്ള ആളുകൾ കൂടി മത്സരരംഗത്തെത്തിയ സാഹചര്യത്തിൽ വലിയ ആവേശകരമായ പോരാട്ടം തന്നെയാണ് മധ്യ കേരളത്തിലെ ഓരോ ജില്ലയിലും നടക്കുന്നത്. രേണുക, പ്രവചനാതീതമാണ് സാഹചര്യങ്ങൾ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലയിടങ്ങളിലും ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു എന്നത് വാശിയേറിയ പോരാട്ടം ഉറപ്പുവരുത്താൻ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നത്. എന്തായാലും അവസാന മണിക്കൂറുകളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ തന്നെയാണ്. പലയിടങ്ങളിലും റോഡ് ഷോ, ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടൊക്കെയും പ്രചാരണം ഉച്ചസ്ഥായിയിൽ തന്നെയാണ്. മനു ഭരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന സ്ഥലത്താണ് മനു ഭരത്തുള്ളത്. വലിയ ആവേശത്തിലാണ് അവിടെ പ്രവർത്തകർ. മനു, പ്രിയങ്ക ഗാന്ധി എന്ത് പറയുന്നു എന്നതുകൂടി കാത്തിരിക്കുകയാണ് കേരളം. രാഹുൽ ഗാന്ധി
CPM-നെതിരെ ഒന്നും പറയില്ല എന്ന് വയനാട്ടിൽ വെച്ച് വാക്ക് നൽകുകയും അത് പിന്നീട് വന്നപ്പോൾ പാലിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വാക്ക് പാലിക്കേണ്ട ബാധ്യത പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചില്ല. കർഷകരുടേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ UPA സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇടതുപക്ഷം അവിടെ നടത്തുന്നത്. അതിനൊക്കെയും ഒരു മറുപടി ഒരുപക്ഷെ പ്രിയങ്ക പറയാൻ സാധ്യതയുണ്ടോ? രേണുക, പ്രിയങ്കയിൽ നിന്നൊരു രാഷ്ട്രീയ പ്രസംഗമല്ല വയനാട് ഉറ്റുനോക്കുന്നത്, മറിച്ച് രാഹുൽ ഗാന്ധിയുടെ താരപരിവേഷത്തിന് ഒരു കൂടുതൽ ശക്തി പകരുക, കരുത്തു പകരുക എന്നത് തന്നെയാണ് പ്രിയങ്കയിൽ നിന്ന് ഈ വയനാട് പ്രതീക്ഷിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിന്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. കൊട്ടിക്കലാശത്തിന്റെ ആരവം ഉയർന്നു പൊങ്ങുന്നതിന്റെ വർണ്ണാഭമായ കാഴ്ചകളാണ് വയനാട്ടിലെ ഈ മാനന്തവാടിയിൽ നിന്ന് നമുക്ക് നൽകാനുള്ളത്. വലിയ തോതിൽ സ്ത്രീകൾ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ കാണാനായി എത്തിയിരിക്കുന്നു. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? തൊണ്ടർനാട് കുഞ്ഞോ കരിമ്പില്. പ്രിയങ്ക ഗാന്ധിയെ വലിയ കാര്യമായതുകൊണ്ട് വന്ന കാര്യമായതുകൊണ്ട് തന്നെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ശരിക്കും കാണണം, ഒന്ന് അടുത്ത് കാണണമെന്ന്. രാഹുൽ ഗാന്ധിക്ക് വലിയ തോതിൽ ഇവിടെ ശക്തിയുണ്ടോ? നല്ല ശക്തിയുണ്ട്. ഞങ്ങള് കരിമ്പിൽ രേണുക, അതാണ് ആളുകൾക്ക് നിന്ന് പറഞ്ഞു പ്രിയങ്ക ഗാന്ധി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പിന്നെ സ്ത്രീകളെ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. 11 മണിയായിട്ട് ഇവിടെ ആളെത്തിയിട്ടില്ല. 12 മണിയോടുകൂടി വരുന്നതാണ്. കണ്ണൂരിൽ ഇറങ്ങിയിട്ടില്ല. അതെയോ? ഏതായാലും നിങ്ങൾ അത്രയും നേരം കാത്തിരിക്കും. കാത്തിരിക്കും. വന്ന് കണ്ടതിന് ശേഷമേ പോകുള്ളൂ. എത്ര മണി വരെ കാത്തിരിക്കും? 1 മണിയല്ല, ഇനിയും എപ്പോ അവര് വരുന്ന അതുവരെ അവരെ കാത്തിരിക്കാൻ ഞങ്ങൾ ആകാംക്ഷയോട്. ഇഷ്ടമാണോ പ്രിയങ്ക? അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരും. രേണുക, അതാണ് ആളുകളുടെ ഒരു പ്രതികരണം. പ്രിയങ്ക വൈകും എന്ന് കേൾക്കുമ്പോഴും വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. ഞങ്ങളുടെ നേതാവാണ് പ്രിയങ്ക. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എത്ര വൈകിയാലും ഞങ്ങൾ കാത്തിരുന്ന് കണ്ടിട്ടേ പോകുള്ളൂ. രേണുക, എനിക്ക് മുന്നിലുള്ള ഈ സ്റ്റേജിലാണ് പ്രിയങ്ക ഇവിടെ സംസാരിക്കാൻ എത്തുന്നത്. നിങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധിയെ തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരാണ്. രാഹുൽ ഗാന്ധിയോട് മാത്രമാണോ ഇഷ്ടം? അല്ല, കോൺഗ്രസ് പ്രവർത്തകരാണ്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും? 4 ലക്ഷം. അവർ 5 ലക്ഷം എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ 4 ലക്ഷം. ഞങ്ങൾ പിള്ളേർ കണക്കൂട്ടിലുണ്ടല്ലോ. ഞങ്ങൾ UDF നേതൃത്വം 5 ലക്ഷം വോട്ടിന് രാഹുൽ ജയിക്കുമെന്ന് പറയുന്നു. ഇവിടെ വനിതകൾ 4 ലക്ഷം വോട്ടിന് രാഹുൽ ജയിക്കുമെന്ന് പറയുന്നു. ഏതായാലും വലിയ ആരവം നമുക്ക് കേൾക്കാനാകും. അതിന്റെ വാദ്യഘോഷങ്ങൾ, അതിന്റെ മേളങ്ങൾ അത്തരത്തിൽ ഒരു കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന താരപരിവേഷമുള്ള മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്നും മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയങ്ക ഗാന്ധി എത്താൻ വൈകും എന്ന വാർത്തയൊന്നും അവിടുത്തെ പ്രവർത്തകരുടെ ആവേശം കുറയ്ക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി എത്തുന്നതുവരെയും കാത്തിരിക്കുകയാണ്. കടുത്ത ചൂടിനെ അവഗണിച്ചും പ്രവർത്തകർ.